ഒരു സ്ക്രാപ്പ് ഓട്ടോ ഒരാൾക്ക് പൊളിക്കണമെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഓരോ കാടുകളിൽ ഒരു ഓട്ടോറിക്ഷ പൊളിച്ച് കിടക്കുന്നുണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ കുറേ കിടക്കുന്നുണ്ടാവും, കുറേ വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ടാവും. ഇത് തിരിച്ചു കൊടുത്താൽ സർക്കാർ 40,000 രൂപ ഓരോ ഓട്ടോ തൊഴിലാളിക്ക് തരും. ഒരു പെട്രോൾ ഓട്ടോ തിരിച്ചു കൊടുത്താൽ 40,000 രൂപ സർക്കാർ തരും. ബാക്കി 1 ലക്ഷം കൂടെ ലോൺ എടുത്തിട്ട് അവൻ എന്ത് ചെയ്യാം? അവൻ്റെ ഒരു പഴയ ഓട്ടോ വിറ്റിട്ട് അവൻ അതേ ജോലി മുന്നോട്ട് കൊണ്ടുപോകാം. ചെറിയ കാര്യമാണ്. അവൻ ഇൻഷുറൻസ് 3 ദിവസം അവൻ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നാൽ അവൻ ഇൻഷുറൻസ് കൊടുക്കുന്നു. പിന്നെ ഡിഗ്രി വരെ പഠിക്കുന്ന പിള്ളേർക്ക് സൗജന്യ വിദ്യാഭ്യാസം ലോകത്ത് എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മൾ ലോകത്തില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണണ്ടേ? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് കാണുന്നുണ്ടേ ഡിഗ്രി വരെ വിദ്യാഭ്യാസം ഫ്രീ? ഞാൻ പറയുന്നത് ദീർഘവീക്ഷണത്തോടുള്ള ബഡ്ജറ്റ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത് എന്തറിയോ, 3-ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാം. ഞാൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും വിശ്വാസക്കേട് സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പേ ബില്ല് ഇന്ന് അവർ ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കിയേനെ. അതാക്കാത്തതിന് കാരണം എന്തുകൊണ്ടാണ്? അതായത് ഇത് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ഡി എ കുടിശ്ശിക അടുത്ത സർക്കാരിന് കൊടുത്തോളാൻ പറഞ്ഞില്ലല്ലോ. ഈ ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ട് മുഴുവൻ ഡി എ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റ് വൃത്തിയായി ഈ ബാലഗോപാൽ, ഞാൻ പറയുന്നത്, എനിക്ക് എപ്പോഴും ഈ ബഡ്ജറ്റ് കേൾക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുന്നതും ഈ കവിത ചൊല്ലുന്നതും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വളരെ സീരിയസ് ആയ, വളരെ ക്ലാരിറ്റിയോടുകൂടി പറയേണ്ട ഒരു സംവിധാനമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അവിടെ കുറേ കഥയും ഇതൊക്കെ. പക്ഷേ ഇതെന്താണ്, 3 മണിക്കൂർ ഈ പറയുന്ന ബാലഗോപാൽ എടുത്തത് 2 മണിക്കൂർ സംതിങ് അല്ലേ, 15 മിനിറ്റ്. അത്രയും സമയം എടുത്തത് എന്താ? ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ ബഡ്ജറ്റിലെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്.